ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ജാനകി തമ്പിയെയും മകളെയും വറുത്തു കോരുന്നതും കണ്ടും കേട്ടുമാണ് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം ജാനകി കൊടുക്കേണ്ട മറുപടികൾ കൃത്യം മർമ്മത്തിനിട്ട് കൊടുക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് അതങ്ങ് ബോധിച്ചു. ജാനകിയെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും വീട്ടിൽ കയറി വന്ന് ഗോഷ്ഠികൾ കാണിക്കുക അല്ലെങ്കിൽ അഴിഞ്ഞാടുന്ന തമ്പിക്കിട്ടുള്ള മറുപടി ജാനകി കൊടുത്തത് മുത്തശ്ശിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. ജാനകി അതൊക്കെ പറയുന്നത് കേട്ട് ആസ്വദിച്ച് ഞങ്ങളുടെ മുത്തശ്ശി ഇങ്ങനെ നിൽക്കുകയാണ്. ജാനകി ആണെങ്കിൽ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണമെന്ന് പറയാതെ പറഞ്ഞു തമ്പിയോട്, മേലിൽ ഇത്തരം അഴിഞ്ഞാട്ടങ്ങളുമായിട്ട് ഈ അളകാപുരിയുടെ പടി ചവിട്ടി വന്നേക്കരുത് എന്ന് പറഞ്ഞു. അച്ഛൻ്റെ തീരുമാനം അതെന്താണോ അതാണ് ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത്. അത് ഞങ്ങൾക്ക് നടത്താൻ അറിയാം, പുറത്തുനിന്ന് ആരുടെ ഉപദേശം ഞങ്ങൾ എടുക്കണില്ല എന്ന് ജാനകി പറയാം. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തമ്പിക്ക് അത് വല്ലാണ്ടങ്ങ് കൊണ്ടു. എടി എന്നും പറഞ്ഞ് പറയാൻ തുടങ്ങിയോ, നിർത്തിക്കോളാൻ പറഞ്ഞു. മിണ്ടി പോകരുത് ഒരക്ഷരം. നിങ്ങൾക്ക് ഈ വീട്ടിലുള്ളവർ പറയുന്നത് കേൾക്കാം, അല്ലാതെ നിങ്ങൾ പറയുന്നത് ഈ വീട്ടിലുള്ളവരല്ല കേൾക്കേണ്ടതെന്നും പറഞ്ഞു. അപർണയ്ക്ക് മുഖത്തടിച്ച മറുപടിയായിരുന്നു. അപ്പുറം നിൽക്കുന്നത് അനിയത്തിയാണെന്നോ ഇപ്പുറം നിൽക്കുന്നത് ചെറിയമ്മയാണെന്നോ അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്നത് അച്ഛനാണെന്നോ ഇതൊന്നും അറിയാതെയാണ് നമ്മുടെ ജാനകി ഇതൊക്കെ പറയുന്നത്. അതെല്ലാം പറഞ്ഞിട്ട് ജാനകി തമ്പിയോട് ഇവിടുന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞിട്ട് അങ്ങ് പോയി. ജാനകി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ഇങ്ങനെ ഭയങ്കര ഇതിലിങ്ങനെ നിൽക്കുക. അപ്പോൾ അവൾ എന്താണ് ഈ മോളെ പറഞ്ഞിട്ട് പോയതിൻ്റെ അർത്ഥം എന്ന് തമ്പി ചോദിക്കുമ്പോൾ അവൾ അങ്ങനെ പലതും പറയും. അച്ഛൻ അതൊന്നും കേൾക്കണ്ട എന്നുള്ള രീതിയിൽ അപർണ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് അച്ഛനും മോൾക്കും മതിയായില്ലേ, നാണമില്ല, ഇനിയെങ്കിലും ഈ കുടുംബത്തിൽ നിന്നൊന്ന് ഇറങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. ഒരു മരണ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാൻ അവരെ കൊണ്ട് പറയിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് സമാധാനമായില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവരും അവിടെ നിന്ന് പോവുക. ഈ സമയത്ത് ഇത് കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് മുത്തശ്ശി ആണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി. മുത്തശ്ശി അങ്ങ് പോയിട്ട് അവിടെ പോയി ഇന്ന് പ്രഭാവതിയോടൊക്കെ ഇങ്ങനെ പറയുവാണ്. ഇങ്ങനെ ജാനകി തമ്പിയോടും അതുപോലെ മകളോടും പറഞ്ഞു, തമ്പി ഇന്നതുപോലത്തെ പ്രവൃത്തികളാണ് ഈ വീട്ടിൽ വന്നിരുന്ന് കാണിച്ചത്, അവിടെ പ്രതികരിക്കാൻ ജാനകി ഉണ്ടായുള്ളൂ എന്ന രീതിയിൽ പറയുമ്പം അമ്മയ്ക്ക് ഇപ്പോഴെന്താ ജാനകിയോട് ഇത്ര വലിയത്, നേരത്തെ ജാനകിയെ കാണുന്നത് പോലും അമ്മയ്ക്ക് ചതുർത്ഥി ആയിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അന്ന് ചതുർത്ഥി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ കാരണം ഒന്നുണ്ട്. ഇന്ന് ജാനകി ചെയ്തതൊരു നല്ല പ്രവൃത്തി ആയതുകൊണ്ട് അത് നല്ല പ്രവൃത്തിയാണെന്ന് ഞാൻ പറയുന്നു. അതിനെൻ്റെ മനസ്സ് മാറിയെന്നൊന്നും അർത്ഥമില്ല പ്രഭാവതി എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ പറയും. അപ്പോൾ മുത്തശ്ശി ഇതൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് മാത്രം ഇങ്ങനെ തരാതരം സ്വഭാവം മാറ്റി സംസാരിക്കാൻ അറിയത്തുള്ളൂ എന്നും പ്രഭാവതി അന്നേരം പുള്ളിക്കാരിയോട് പറഞ്ഞു കേട്ടോ. ഏതായാലും എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷ നോക്കിയല്ലേ പറ്റൂ. എൻ്റെ മകനെ പോയിട്ടുള്ളൂ, ഈ കുടുംബം നശിച്ചു പോകാൻ ഞാനായിട്ട് ഒരിക്കലും അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഭയങ്കര ഡയലോഗൊക്കെ ഇറക്കിയിട്ട് അവിടെ നിന്ന് പോയി. ഈ സമയത്താണ് അപർണ തമ്പുരാട്ടി അതിലെ വരുന്നത്. അപർണയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയെ കണ്ടപ്പോൾ അപർണയ്ക്ക് ഭയങ്കര ദേഷ്യവും കലിപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ മുത്തശ്ശിക്ക് ഇവളെ കണ്ടിട്ട് പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല, ദേഷ്യം അത് തന്നെയാണ് മെയിനായിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് ഈ മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അപർണയോട് ചെന്നിട്ട്, എന്തായി നിന്റെ അച്ഛൻ പോയോ എന്ന് ചോദിച്ചു. അച്ഛൻ പോവേ? മുത്തശ്ശി എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇതൊരു മരണവീടാണെന്ന് പോലും നോക്കാതെ നിന്റെ അച്ഛൻ ഇവിടെ കിടന്ന് കാണിക്കുന്ന കൂത്താട്ടം എന്താണെന്ന് ചോദിച്ചു. അതിനൊക്കെ നീയും വകവെച്ച് കൊടുക്കുകയാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഏതായാലും സൂര്യ മരിച്ചു എന്ന് കരുതി നിന്റെ അച്ഛനിതാരും തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല. ഈ വീട്ടിൽ അവകാശപ്പെട്ടവർ വേറെയും ഉണ്ട്. നീ ഈ വീട്ടിലെ മരുമകളല്ലേ, നിന്റെ അമ്മായച്ചനല്ലേ മരിച്ചത്. എൻ്റെ മകൻ മരിച്ച ഉടനെ ആ ചിത കെട്ടടങ്ങുന്നതിന് മുന്നേ നിന്റെ അച്ഛനെ ഇവിടെ കയറ്റിയിരുത്തി കുടിപ്പിക്കാൻ നീ കാണിച്ച മനസ്സുണ്ടല്ലോ, അത് വളരെ വലുതാണ് അപർണയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു. മേലിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികളൊന്നും ഈ അളകാപുരിയിൽ ഉണ്ടാകരുതെന്ന് നീ നിന്റെ അച്ഛനോട് പറഞ്ഞിരിക്കണമെന്നും പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ പറയുന്നിട്ട് അപർണയോട് താക്കിയതും കൊടുത്തിട്ട് മുത്തശ്ശി അങ്ങ് പോയി. അപ്പത്തേനും അപർണയ്ക്ക് ഭയങ്കര കലിപ്പ്. ഈ തള്ള ഇനി ഇവിടെ വെച്ച് തോർപ്പിക്കാൻ പറ്റത്തില്ല, ഈ തള്ള ഇവിടെ ഉണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുമെന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് അച്ഛൻ പോകാനായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ മകൾ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നു. എന്താടി മോളെ? അപ്പോൾ മോളുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ എന്താടി മോളെ എന്ന് അച്ഛൻ ചോദിക്കുമ്പം ഇപ്പം മുത്തശ്ശി എന്നെ കണ്ടിട്ട് പറഞ്ഞത് എന്താണെന്ന് അച്ഛൻ അറിയാവുമെന്ന് ചോദിച്ചു. എന്താ പറഞ്ഞത്? അച്ഛനെ ഇനി ഇതുപോലെ അഴിഞ്ഞാടാൻ ഇങ്ങോട്ടേക്ക് വിട്ടേക്കരുതെന്ന്, തള്ള കൂറിന് സ്വഭാവം മാറ്റുന്ന ആളാ അച്ഛാന്നൊക്കെ പറഞ്ഞു. അത് നമുക്ക് പണ്ടേ അറിയാവുന്ന കാര്യമല്ലെന്ന് ചോദിക്കുമ്പം ആ തള്ള ഇവിടെ ഉണ്ടെങ്കിലേ ഒരു കളിയും നടക്കില്ല, നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പം ജാനകിയുടെയും അഭിയുടെയൊക്കെ പക്ഷം ചേർന്നാണ് തള്ള സംസാരിക്കുന്നത്. അളകാപുരിയിൽ ഇനി അച്ഛൻ്റെതായ ഒരു അഴിഞ്ഞാട്ടം ഉണ്ടാകരുതത്രേ. ഞാൻ അന്നേ പറഞ്ഞില്ലേ തള്ള പ്രശ്നക്കാരിയാണെന്ന്. ആ തള്ളയെ ഇവിടെ നിർത്തിപ്പൊറപ്പിക്കാൻ പറ്റത്തില്ല, എങ്ങനെയെങ്കിലും അവരിവിടെ നിന്ന് ഒഴിവാക്കണം. അവരെന്നേക്കുമായി ഈ അളകാപുരിയിൽ നിന്ന് പോകണം, വലിയ വൃദ്ധസദനത്തിലും കൊണ്ടാക്കണം അവരെ, അല്ലെങ്കിലേ ശരിയാവില്ല. അതെന്തായാലും ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്ത് വില കൊടുത്തിട്ടും ആ പുള്ളിക്കാരി ഞാൻ ഇവിടുന്ന് കടത്തും എന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി പറയും. അതായത് ഈ അച്ഛനോട് അപർണ പറയുകയാണ്, അതിനുള്ള വഴികൾ എങ്ങനെയാടി മോളെ ശരിയാകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള വഴികളൊക്കെ എൻ്റെ മുന്നിലേക്ക് താനേ തെളിഞ്ഞു വരും അച്ഛാ. അതിനല്ലെങ്കിലുള്ള സാഹചര്യങ്ങൾ ഞാൻ ഉണ്ടാക്കും. അച്ഛൻ നോക്കിക്കോ, അധികം താമസിയാതെ തള്ളയെ ഞാൻ ഇവിടുന്ന് കെട്ടിക്കും. അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. പിന്നെ തൽക്കാലത്തേക്ക് അച്ഛൻ ഇനിയൊന്നുമായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കണ്ട. കാരണം
ഇപ്പോൾ കാര്യങ്ങൾ കുറച്ച് നമുക്ക് എതിരായിട്ട് നിൽക്കുകയാണ്. അതൊക്കെ അനുകൂലമാക്കി ഞാൻ കൊണ്ടുവരാം. അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാവെന്നും പറഞ്ഞു മകൾ അച്ഛനെ ചട്ടം കെട്ടി പറഞ്ഞു വിടുക. എന്താവശ്യം ഉണ്ടെങ്കിലും നീ വിളിച്ചാൽ മതിയടി മോളെ, ഞാൻ പറന്നെത്തിക്കോളാമെന്നും പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് പോയിട്ടോ. അപർണ അന്നേരം പുതിയ ലക്ഷ്യം വെച്ച് നിൽക്കുകയാണ് മുത്തശ്ശിയെ അവിടെ നിന്ന് ഓടിക്കാനുള്ളത്. ഇപ്പോൾ പറഞ്ഞ് അവിടെ നമ്മുടെ ലക്ഷ്മനെ ഓടിച്ചു. ഇനി അടുത്തത് മുത്തശ്ശിയെ ഓടിക്കാനായിരിക്കും. മുത്തശ്ശിയെ ഓടിക്കുന്നത് ചില്ലറ ഓടിയൊന്നും ആയിരിക്കില്ല അപർണ കാണിച്ച് കൂട്ടാൻ പോകുന്നത്. അപ്പം അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിലോ നമ്മുടെ അഭിയാണെങ്കിൽ അച്ഛൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങാതിരിക്കുക. അപ്പം അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നു. അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ അച്ഛൻ്റെ ഒരു സാന്നിധ്യം ആ മുറിയിൽ നമ്മുടെ അഭിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അഭിയാണെങ്കിൽ അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നിട്ട് അച്ഛൻ അവിടെ ഉള്ള രീതിയിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ജാനകി ആണെങ്കിൽ ഒന്ന് ഉറങ്ങി പതുക്കെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ അഭിയെ കാണുന്നില്ലേ. അഭിയെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ ഈ അഭിയേട്ടൻ ഇത് എവിടെ പോയി, ഇത് എന്താണെന്ന് ഓർത്തുകൊണ്ട് ഇതിലേക്ക് ഇങ്ങനെ തപ്പി നടക്കുകയാണ്. പക്ഷെ കാണുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ജാനകിക്ക് അച്ഛൻ്റെ മുറിയിലൊന്ന് നോക്കാം എന്നുള്ളൊരിത് വന്നത്. എന്നിട്ട് ജാനകി പതുക്കെ അച്ഛൻ്റെ മുറി ലക്ഷ്യമാക്കി വന്നപ്പോൾ ഈ വാതിൽ പതുക്കെ ചാരിയിട്ടുണ്ട്. എന്നിട്ട് അഭി അതിനകത്തിരുന്ന് വർത്തമാനം പറയുക. അപ്പോൾ ജാനകി ഒന്ന് ഞെട്ടി. ജാനകി വന്ന് ഇങ്ങനെ പതുക്കെ എത്തി നോക്കുമ്പോൾ എന്താ അഭി അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛൻ എന്ത് പണി കാണിച്ച, അച്ഛൻ ആ കാര്യം എന്നോടൊന്ന് പറ. ജാനകി എന്നെ നിരന്തരമായിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ജാനകി എന്നോട് ചോദിക്കുക. അച്ഛൻ എനിക്ക് അതിന് കൃത്യമായ മറുപടി തരാതെ ഞാൻ ജാനകിയോട് എന്തു പറയും? എനിക്ക് ജാനകിയോട് എന്തു പറയാൻ പറ്റും? അവളുടെ ചോദ്യത്തിനൊന്നും മറുപടി കൊടുക്കാൻ പറ്റാതെ ഞാൻ അവളുടെ മുന്നിൽ നിന്ന് ഉരുകുകയാണ് എന്നൊക്കെ അച്ഛനോട്, അതായത് അച്ഛൻ ഫ്രണ്ടിലുണ്ട് എന്നുള്ളൊരിതിൽ ഈ അഭി ഇരുന്ന് സംസാരിക്കുന്നതാണ് ജാനകി കാണുന്നത്. അത് കണ്ടപ്പോൾ ജാനകിക്ക് ആകെ അത്ഭുതം. ഈ അഭിയേട്ടന് ഇതെന്താ പറ്റിയത്? അപ്പോഴേക്കും ജാനകി എന്നിൽ നിന്ന് ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ തുടങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു വലിയ രഹസ്യം ഇതിൻ്റെ പിന്നിൽ മറന്നിക്കാനായിട്ടുണ്ടെന്നുള്ള കാര്യം, പുറത്ത് വരാനുണ്ടെന്നുള്ള കാര്യം ജാനകിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ജാനകി അന്നേരം നിന്ന് ആലോചന തുടങ്ങി. അഭിയാണെങ്കിൽ പറഞ്ഞു വ്യക്തമായ കാരണം എന്താണെന്ന് പറഞ്ഞില്ല. പക്ഷെ എന്തൊക്കെയോ ഉണ്ടെന്നുള്ളത് ജാനകിക്ക് മനസ്സിലായി. ജാനകി എന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ ഭയങ്കര ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അഭിയാണെങ്കിൽ ജാനകിയുടെ അമ്മയെപ്പറ്റി ഇങ്ങനെ അച്ഛനോട് പറയണം, എനിക്ക് അവരെ കണ്ടുപിടിക്കണം, അവരിന്ന എവിടെയുള്ളതെന്ന് അച്ഛൻ അറിയാവല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും തമ്പിയുടെ കാര്യങ്ങളും പറയാതെ നമ്മുടെ അഭി അവിടെ ഇരുന്ന് പറയും. അപ്പോഴേക്കും അച്ഛനും അമ്മയും ജാനകിയുടെ അച്ഛനും അമ്മയും ആരാണെന്ന് അഭിക്ക് അറിയാവുന്നുള്ള കാര്യം ആ സമയത്ത് നമ്മുടെ ജാനകിക്ക് മനസ്സിലായി. ജാനകി വേഗം വായും പൊത്തിപ്പിടിച്ച് മുറിയിലേക്ക് പോയി. അവിടെ പോയി നിന്ന് വിങ്ങി പൊട്ടി കരയുവാണ്. അങ്ങനെ ജാനകി എന്തറിയരുതെന്ന് സൂര്യനാരായണൻ ആഗ്രഹിച്ചോ അത് കൃത്യമായിട്ട് നമ്മുടെ ജാനകി അറിഞ്ഞു കഴിഞ്ഞു. ജാനകി പിന്നെ അവിടെ ഇരുന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. അഭിയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ റൂമിലേക്ക് വന്നു. അച്ഛനായിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് റൂമിലേക്ക് വന്ന അഭിയെ കണ്ടപ്പോഴേക്കും ജാനകി വേഗം കണ്ണുനീരൊക്കെ തുടച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അഭി അന്നേരം നീ ഇതുവരെ കിടന്നില്ലായിരുന്നു എന്ന് ചോദിച്ചു ജാനകിയോട്. ഇല്ല, ഞാൻ ഇപ്പം എഴുന്നേറ്റതാണെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ജാനകി അങ്ങ് കിടന്നു. അഭിയാണെങ്കിൽ ജാനകിയോട് എന്തൊക്കെയോ ചുമ്മാ ഇങ്ങനെ കുശലം പറയുന്നത് പോലെ സംസാരിച്ചിട്ട് അഭി അങ്ങ് കയറി കിടന്നു. ജാനകിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല. ജാനകി തിരിഞ്ഞു കിടന്ന് ഭയങ്കര കരച്ചില്ല. ജാനകിയുടെ ചങ്കു പൊട്ടിപ്പോകുന്ന വേദനയാണ് ജാനകിക്ക്. കാരണം അഭിയേട്ടൻ ഇത്രയും വലിയൊരു കാര്യം തന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു. പക്ഷെ അതെന്താണെന്നോ ഏതാണെന്നോ വ്യക്തമായിട്ട് ജാനകിക്ക് അറിയില്ല. അതിപ്പോൾ അഭിയോട് ചോദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെയല്ല ജാനകി കടന്നു പോകുന്നത്. അങ്ങനെ ജാനകി മൊത്തത്തിൽ ഇങ്ങനെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസമായി. അപ്പോൾ ജാനകിയിൽ നിന്ന് ഒരുപാട് അകന്നു മാറി നമ്മുടെ അഭി ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ജാനകി ആണെങ്കിൽ അഭിയെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അഭിയുടെ പെരുമാറ്റം, അഭിയുടെ രീതികൾ, അഭിയുടെ ആ ഒരു ചലനം ഇതെല്ലാം ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജാനകിക്കും എന്തൊക്കെയോ ഒരു ഇത് മാറ്റങ്ങൾ ഉള്ളതായിട്ട് അഭിക്കും മനസ്സിലായി. അഭി എന്നിട്ട് ഇങ്ങനെ ജാനകിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ ജാനകി ഇങ്ങനെ വന്നു. അപ്പോൾ ജാനകിയോട് അഭി ചോദിച്ചു, അഭിയേട്ടൻ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന്, നിനക്ക് എന്താ പറ്റിയത് ജാനകി, നിന്റെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മാറ്റങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. മാറ്റങ്ങളൊക്കെ അഭിയേട്ടനല്ലേ എന്ന് ചോദിച്ചപ്പോൾ മാറ്റോ എനിക്കോ, നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചേ. അപ്പോൾ അച്ഛൻ മരിച്ചതോടുകൂടി ഈ വീട്ടിൽ മാത്രമല്ല ഒരു ശൂന്യത, അല്ലെങ്കിൽ ഈ വീട്ടിൽ മാത്രമല്ല ഒരു അകലം വന്നിരിക്കുന്നത്, നമ്മൾക്കിടയിലും ആ ഒരു വിള്ളൽ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ അവിടെ നിന്ന് പോകും. അപ്പോൾ ജാനകി അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അഭിക്ക് ഭയങ്കര ഒരു ടെൻഷൻ. അതെന്തുകൊണ്ടാണ് ജാനകി അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറയാൻ വ്യക്തമായൊരു കാരണമില്ലെങ്കിൽ ജാനകി ഒരിക്കലും അത് പറയില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ജാനകി അത് പറഞ്ഞത് എന്ന് അഭി ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ അഭിക്ക് ഭയങ്കര ഒരു ഇതുപോലെ ഇനിയിപ്പോൾ ജാനകി എന്തെങ്കിലും അറിഞ്ഞു കാണുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതായി കാണുമോ എന്നുള്ളത്. പിന്നെ ജാനകിക്കാണെങ്കിലും അഭിയോടുള്ള സംസാരത്തിലും പെരുമാറ്റത്തിലും അടുത്ത ഇടപഴകലിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും അഭി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ജാനകി ഒരുപാട് അഭിയിൽ നിന്ന് ഇങ്ങനെ അകന്നു മാറി നിൽക്കുന്നതായിട്ട് അഭിക്ക് മനസ്സിലായി. അപ്പോൾ അഭിയാണെങ്കിൽ ജാനകിയുടെ പിന്നാലെ നടക്കുന്നുണ്ട്. നീ എന്താ ഇങ്ങനെ അകന്നു മാറി നടക്കുന്നത്, നിനക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്കെന്താ അഭിയേട്ട പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കല്ലേ എന്ന് ചോദിച്ചു. എനിക്കെന്താ പ്രശ്നം, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ജാനകിയാണെന്നുണ്ടെങ്കിൽ അഭിയേട്ടൻ മറയ്ക്കുന്നത് എന്താണെന്ന് അറിയാനായിട്ട് പതുക്കെ അച്ഛൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് അച്ഛൻ്റെ മുറിയിൽ
ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ചുമ്മാ ഒന്ന് എടുത്ത് നോക്കാം എന്ന് വിചാരിച്ചിങ്ങനെ നോക്കുക. പക്ഷേ അതിൽ നിന്നൊന്നും ജാനകിക്കൊന്നും കണ്ടെത്താനായിട്ട് പറ്റിയില്ല. ജാനകി എന്നിട്ട് ഇങ്ങനെ നിരാശപ്പെട്ട് നടക്കുവാണ് അഭി തന്നിൽ നിന്ന് മറച്ചു പിടിച്ചിരിക്കുന്ന ആ ഒരു കാര്യം ആലോചിച്ച്. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ആലോചനയും വിഷമമായിട്ട് നമ്മുടെ ജാനകി ഇങ്ങനെ ഒരു മൂലയ്ക്ക് പോയിരിക്കുന്നു. അപ്പോഴത്തേക്കും നിരഞ്ജന അങ്ങോട്ടേക്ക് വന്നു. നിരഞ്ജന വന്നപ്പം ജാനകി ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ നിരഞ്ജന ചോദിച്ചു, എന്താ പറ്റി ജാനിയടുത്തേക്ക് ഒരു സങ്കടം, എന്താ ആരോടൊന്നും മിണ്ടാത്ത, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല, അച്ഛൻ്റെ ആ ഒരു ഇതൊക്കെ ആലോചിച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ അച്ഛൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് ജാനകി ഇനി എന്തിനാ സങ്കടപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അന്നേരം നിരഞ്ജന ഇങ്ങനെ ജാനകിയെ സമാധാനിപ്പിക്കുകയാണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ കനൽ കിടന്ന് ഇങ്ങനെ തിരമാല പോലെ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ജാനകിക്കല്ലേ അറിയുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അബിക്ക് മനസ്സിലായി ഇനിയും ജാനകിയെ ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ജാനകിക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്, എൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ടെന്നുള്ളത് ജാനകിയെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ഇനി ഞാൻ ജാനകിയിൽ നിന്നൊന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ജാനകിയോട് ഈ കാര്യം പറയണമെന്ന്. എന്നിട്ട് പിന്നെ ജാനകിയോട് പറഞ്ഞേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അബി എന്ത് ചെയ്തു, ജാനകിയായിട്ട് പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ജാനകിയെ വിളിച്ചുകൊണ്ട് അബി പുറത്തേക്ക് പോകും. അപ്പോൾ ജാനകിക്കാണെങ്കിൽ പോകാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അബി നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പുറത്ത് പോണു. അതിനുശേഷമാണെങ്കിൽ ജാനകി അബിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ അബിയേട്ട നമ്മളിപ്പോൾ പുറത്തേക്ക് വന്ന് എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പം നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജാനകിയെ വിളിച്ചുകൊണ്ട് വന്നതാണ്. എന്നിട്ട് ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇവർ രണ്ടുപേരും കൂടെ ചെന്നു. എന്നിട്ട് പിന്നെ കുറേ മുഖപുരയിട്ടൊക്കെ സംസാരിച്ചു നമ്മുടെ അബി. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ വീർപ്പുമുട്ടലിലായിരുന്നു, എങ്ങനെ നിന്നോടിത് പറയും, നീ അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെയുള്ളൊരു വെപ്രാളവും പേടിയായിരുന്നു എനിക്ക്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആ ഒരു സമയത്താണ് അച്ഛൻ നമ്മളെ വിട്ടുപോയത്. അത് എനിക്ക് താങ്ങാൻ പറ്റാത്തൊരു ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ അബിയേട്ടൻ എന്ത് ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ജാനകി പറയുമ്പോൾ, അച്ഛൻ മരിക്കുന്നതിന് മുൻപ് എന്നോട് വളരെ നിർണായകമായിട്ടുള്ള ഒരു സത്യം വെളിപ്പെടുത്തിയിരുന്നു എന്ന് പറഞ്ഞു. എന്താണെന്ന് ജാനകി അന്നേരം ചോദിച്ചു. അപ്പം നിൻ്റെ അച്ഛനെ പറ്റിയും നിൻ്റെ അമ്മയെ പറ്റിയും ഉള്ളൊരു ഇതാണ് അച്ഛൻ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജാനകി അന്തം പെട്ടിങ്ങനെ നിൽക്കുന്ന പോലെ നിൽക്കുക. അങ്ങനെ ജാനകി അതിങ്ങനെ അറിയാനുള്ള ആ ഒരു ആകാംക്ഷയോടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അബി ജാനകിയോട് പറഞ്ഞു, നിനക്ക് ജന്മം തന്നത് അല്ലെങ്കിൽ നിൻ്റെ അച്ഛനെന്ന് പറയുന്നത് ആരാണെന്നുള്ളത്. അപ്പോൾ കുറേ തമ്പി ചെയ്തിരുന്ന കാര്യങ്ങളും തമ്പി കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ജാനകിയോട് തമ്പിയാണ് നിൻ്റെ അച്ഛനെന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ദൈവമേ, ഭൂമി പിളർന്നു, സീതാദേവി പാതാളത്തിലേക്ക് പോയെന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയായിപ്പോയി ജാനകിക്ക്. തമ്പി തൻ്റെ അച്ഛനും. പിന്നെ നമ്മുടെ ജാനകി മരവിച്ച് അവിടെ അങ്ങനെ നിൽക്കുക. തമ്പിയുടെ മകളാണ് താൻ എന്നുള്ളൊരിത് അറിഞ്ഞു. അപ്പോൾ തമ്പി തൻ്റെ അച്ഛനാകുമ്പോൾ അപർണ തൻ്റെ അനിയത്തിയല്ലേ, അതെല്ലാം ഇങ്ങനെ പറഞ്ഞു. പക്ഷെ നിൻ്റെ അമ്മയെ മാത്രം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അച്ഛനാണെങ്കിൽ ആ ഒരു ഇത് എനിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞതിൻ്റെ പിറ്റേന്നാണ് അച്ഛൻ്റെ മരണവാർത്ത നമ്മളെല്ലാവരും അറിഞ്ഞതെന്ന് പറഞ്ഞു. പക്ഷെ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും നിൻ്റെ അമ്മയെ കണ്ടുപിടിക്കാനുള്ള ആ ഒരു നെട്ടോട്ടത്തിലായിരുന്നു ഞാനെന്നും. പക്ഷെ അത് വിജയിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയും അബി. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ജാനകിയോട് സമീപനം പാലിക്കണമെന്നും ഇതൊരു കാരണവശാലും തമ്പിയോ തമ്പിയുടെ മകളോ അറിയാൻ പാടില്ല, നിൻ്റെ അമ്മയെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി വേണം തമ്പിയോട് ഈ പകരം വീട്ടാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ കഥകളും കേട്ടുകേൾവികളും എല്ലാം നമ്മൾ അബി ജാനകിയോട് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ജാനകിക്കും ഭയങ്കര അങ്ങനെ ജാനകി അറിഞ്ഞു കഴിഞ്ഞു ജാനകിയുടെ അച്ഛൻ ആരാണെന്നുള്ള സത്യം. ഇനി ജാനകിയും അഭിയും കൂടെ ചേർന്നാണ് ജാനകിയുടെ അമ്മയെ കണ്ടുപിടിക്കാനും തമ്പിയോടുള്ള പകരം ചോദിക്കാനും ഇറങ്ങി പുറപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാട്ടോ നമ്മുടെ അടുത്ത ആഴ്ചത്തെ കഥ വരുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാത്തിരുന്ന് കാണണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.